ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യുർസുസു ജന്നത്ത്. ഇന്ന് സെയിലിന് അവൈലബിൾ ആയ കുറച്ച് എഗ്ലോണിമ പ്ലാന്റ്സുകളാണ് കാണിക്കുന്നത്. അപ്പോൾ കുറേ അധികം വെറൈറ്റീസ് ഇന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്ലാന്റ്സ് ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് വണ് 10 ക്യാരറ്റ് ആണ് കേട്ടോ. ഇത് 10 ക്യാരറ്റിൻ്റെ ബുഷി പോട്ടാണ്. പിന്നെ ഇതിലൊരു 5 ഷൂട്ടങ്ങ് കാണും. 3 വലിയ ഷൂട്ടും പിന്നെ ബേബി ഷൂട്ടുകളും അടങ്ങിയ ഫുൾ പോട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഒരു സിംഗിൾ ഷൂട്ടിന് 350 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് 10 ക്യാരറ്റ്. പിന്നെ ഉള്ളത് ഈ ഒരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ്. ഡയമണ്ട് റെഡ് എന്നാണ് ഐഡി തോന്നുന്നത്, കറക്റ്റ് എനിക്കറിയില്ല. ചിലതിൽ ഇങ്ങനെ ഒരു ലീഫും വരുന്നുണ്ട്, പിങ്ക് കളറും വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതും 2 ഷൂട്ടുള്ള ഫുൾ പോട്ടാണ്. ഇനി നിങ്ങൾക്ക് സിംഗിൾ ഷൂട്ട് വേണമെങ്കിൽ ഒരു പ്ലാന്റിന് 400 ആണ് കേട്ടോ റേറ്റ്. വലിയ പ്ലാന്റ് ആണ്. ഇത് വേറൊരു വെറൈറ്റി ആണ്, പിങ്ക് സുക്സോം എന്ന് പറയട്ടോ. ഇത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചതാണ്. വലിയ പ്ലാന്റ് ആണ്, കണ്ടില്ലേ? നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വലിയ ബിഗ് മദർ പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഹൈറ്റും ഉള്ള നല്ല ബുഷായിട്ട് കുറേ ലീവ്സും ഉണ്ട്. പിങ്ക് സുക്സോം ആണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ്. ഇതിൻ്റെ ചെറുതുണ്ട് 350ൻ്റെ, ചെറുതല്ല മീഡിയം സൈസ് കേട്ടോ. ഇത് വലിയ പ്ലാന്റ് ആണ്, നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടോ, കണ്ടില്ലേ? അത്രയും ഹൈറ്റുള്ള വലിയ പ്ലാന്റ് ആണ്. പിന്നെ ഇതൊരു ഡിഫംബാച്ചിയ വെറൈറ്റി ആണ്. നല്ല ഭംഗിയാണ്, ആർമി പോലത്തെ ഒരു ഷെയ്ഡ് ഉള്ളതാണ്. 250 ആണ് കേട്ടോ ഇനി റേറ്റ്. പിന്നെ വരുന്നത് കലാത്തിയ വെറൈറ്റീസിലുള്ളതാണ് കേട്ടോ. ഇതൊരു പുതിയ വെറൈറ്റി കലാത്തിയാണ്. നല്ല ഭംഗിയുള്ളൊരു കലാത്തിയാണ് കേട്ടോ. ഇത് ഫുൾ പോട്ടാണ് കേട്ടോ. സിംഗിൾ ഷൂട്ടിന് തന്നെ ഒരു 200 ഒക്കെ വരുന്നുണ്ട് ഇതിന്. നല്ല ഭംഗിയുള്ള ഒരു കലാത്തിയ വെറൈറ്റിയാണിത്. പിന്നെ വരുന്നത് ആ പിങ്ക് സുക്സോമില്ലേ ഞാൻ നേരത്തെ കാണിച്ച, അതിൻ്റെ 350ൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിയ സൈസുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ 350ൻ്റെ. അതുപോലത്തെ വേറെ ഒന്നുണ്ട്, കണ്ടില്ലേ? ഇതും 350ൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് പിങ്ക് പനാമകളാണ് കേട്ടോ. കണ്ടില്ലേ? പിങ്ക് പനാമ. ഇതിന് ചെറിയ ബേബി ഷൂട്ട്സ് ഒക്കെ ഉണ്ട്, കണ്ടില്ലേ? 2 ബേബി ഷൂട്ട് ഉണ്ട്. വലിയ മദർ പ്ലാന്റ് ആണ് കേട്ടോ. 700 ആണ് കേട്ടോ ഇനി റേറ്റ്. ഇതും പിങ്ക് പനാമ ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് പിങ്ക് പനാമ. പിന്നെ വന്നിട്ടുള്ളത് കൊച്ചിൻ യെല്ലോയും പീച്ചും കലർന്നിട്ടുള്ളതാണ് കേട്ടോ. ഇതിൽ ഒരു പീച്ചിൻ്റെ തൈയുണ്ട്. ഇതാണ് യെല്ലോൻ്റെ പ്ലാന്റ് കേട്ടോ, കൊച്ചിൻ യെല്ലോൻ്റെ. ഇത് ബുഷി പ്ലാന്റുകളാണ്, കണ്ടില്ലേ? 2 ഷൂട്ടുള്ള ബുഷി പോട്ടുകളാണ്. ഇനി നിങ്ങൾക്ക് സിംഗിൾ ഷൂട്ടാണ് വേണ്ടെങ്കിൽ ഇതാണ് സിംഗിൾ ഷൂട്ട്. 350 ആണ് കേട്ടോ ഇനി റേറ്റ്. കൊച്ചിൻ യെല്ലോ നല്ല ഭംഗിയാണ് കാണാൻ. ഈ ഒരു കളറാണ് ഇനി ഉണ്ടാവുക. ഒരു യെല്ലോ ലീഫും പിന്നെ ഷെയ്ഡിലൊരു പച്ചയായിട്ടാണ് ഉണ്ടാവുക, കണ്ടില്ലേ? നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ കൊച്ചിൻ യെല്ലോ. ഇതൊക്കെ അതിൻ്റെ ഫുൾ പോട്ടുകളാണ്, കണ്ടില്ലേ? നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ കൊച്ചിൻ യെല്ലോ. ഇതിൽ പീച്ചും ഉണ്ട് കേട്ടോ. ചിലതിൽ പീച്ചുണ്ട്, യെല്ലോയും ഉണ്ട്. പിന്നെ വന്നിട്ടുള്ളത് ഐസ്ബർഗിൻ്റെ പ്ലാന്റുകൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഐസ്ബർഗിൻ്റെ പ്ലാന്റ്. 300 ആണ് കേട്ടോ ഒരു പ്ലാന്റിന് റേറ്റ്. ഇത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഐസ്ബർഗ്. പിന്നെ വന്നിട്ടുള്ളത് വൈറ്റ് ലെഗസി ആണ്. 650 ആണ് കേട്ടോ ഇതിന് റേറ്റ്. ഒരു ബേബി ഷൂട്ടൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് വൈറ്റ് ലെഗസി. അത്യാവശ്യം റേറ്റുള്ള പ്ലാന്റ് ആണ് വൈറ്റ് ലെഗസി, കണ്ടില്ലേ? പിന്നെ വന്നിട്ടുള്ളത് പിങ്ക് എമറാൾഡിൻ്റെ പ്ലാന്റുകളാണ്. പിങ്ക് എമറാൾഡ് കേട്ടോ, കണ്ടില്ലേ? ഇതെല്ലാം പിങ്ക് എമറാൾഡിൻ്റെ പ്ലാന്റ് ആണ്. 550 ആണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് പിങ്ക് എമറാൾഡിന്. പിന്നെ പീക്കോക്കിൻ്റെ വലിയ വലിയ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് എനിക്ക് എടുത്ത് കാണിക്കാൻ കഴിയില്ല, കാരണം അത്രയും ഹൈറ്റും ഉണ്ട്, കണ്ടില്ലേ? അത്രയും ഹൈറ്റും ഉണ്ട്. ബുഷിയായിട്ട് ലീഫുകൾ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ അതൊക്കെ. നല്ല അതിൻ്റെ ചെറിയ പ്ലാന്റ് ഉണ്ട് 200ൻ്റെ. ഇതാണ് 200 സൈസുള്ള പ്ലാന്റ്. പിന്നുള്ളത് ഗോൾഡൻ പപ്പായൻ്റെ പ്ലാന്റ് ആണ്. ഇതും ബുഷി പോട്ടാണ്. അപ്പോൾ ഞാൻ ഈ ബുഷി പോട്ട് കാണിക്കുന്നത് എന്താ വെച്ചാൽ, ആർക്കെങ്കിലും ബുഷി പോട്ട് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ സിംഗിൾ ഷൂട്ട് ആണെങ്കിൽ അങ്ങനെയും വാങ്ങാം. പിന്നുള്ളത് ഈ ഒരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണിത്. 380 ആണ് കേട്ടോ റേറ്റ്. ഇതൊരു ഡിഫൻ ബാച്ചിയ വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ളൊരു ലീഫാണ് ഇതിന്, കണ്ടില്ലേ? ഈ ഒരു കളറാട്ടോ ഇതിന് ഉണ്ടാവുക. പിന്നെ ഓറഞ്ച് സ്റ്റാർഡസ്റ്റിൻ്റെ പ്ലാന്റ് ഉണ്ട്, 2 ഷൂട്ടുള്ളത്. പിന്നുള്ളത് ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ.
ഇതിൻ്റെ ഒരു സിംഗിൾ ഷൂട്ടിന് 300 ആണ് റേറ്റ്. ഇതും ബുഷി പോട്ടാണ് കേട്ടോ. പിന്നെ ഒരു റയർ വെറൈറ്റി ആയ സ്കൈലൈൻ എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിരുന്ന പ്ലാന്റാണ് സ്കൈലൈന്. നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ്. കണ്ടില്ലേ, ഇതിൻ്റെ ലീഫൊക്കെ ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ. അത്യാവശ്യം സൈസിലൊരു പ്ലാന്റ് തന്നെയാണ്. കണ്ടില്ലേ, നല്ല കളർഫുള്ളാണ് കാണാൻ. നല്ല ലീഫൊക്കെ നല്ല ഗ്ലേസിങ് ആണ് ഇതിൻ്റെ. ഇതൊക്കെ അതാണ് കേട്ടോ. 3 പ്ലാന്റ് ഇനി ബാക്കിയുള്ളൂ. സ്കൈലൈൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇത്. ഇനി കുറച്ച് ചെറിയ പ്ലാന്റുകളാണ്, സീഡ്ലിങ്സ് പോലത്തെ പ്ലാന്റുകളാണ്. നന്ന ചെറുതല്ല, എന്നാലും ഏകദേശം ഒരു ഇത് വലിപ്പമുള്ള പ്ലാന്റാണ്. ജർജ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് എല്ലാവർക്കും അറിയാം, എഗ്ലോണിമ അറിയുന്നവർക്ക്. നല്ലൊരു റയർ വെറൈറ്റി പ്ലാന്റ് ആണിത് ജർജ്. നിങ്ങൾ പിന്നെ ഗൂഗിളിലോ യൂട്യൂബിലൊക്കെ അടിച്ചാൽ കാണാം. ഈ പ്ലാന്റിന്റെ നല്ല ഭംഗി കാണാൻ പറ്റും. ഇത് ചെറുതതിനെ കൊണ്ട് അത്ര ഒരു വെയിന് വരുന്നേ ഉള്ളൂ. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ളൊരു വെയിനാണ് ഇതിനുണ്ടാവുക കേട്ടോ. ജർജ് എന്നാണ് കേട്ടോ ഇതിൻ്റെ ഐഡി. നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഇത്. 300 ആണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത്. ഒരു റയർ വെറൈറ്റി പ്ലാന്റ് ആണ്, അതുകൊണ്ടാണ് ഇനി എത്ര റേറ്റ്. ഇതിന് 1000-2000 ഒക്കെ റേറ്റ് ഉണ്ട് വലിയ പ്ലാന്റുകൾക്ക്. ഒരു മീഡിയം സൈസ് പ്ലാന്റ് ഒക്കെ കിട്ടണമെങ്കിൽ. അപ്പം അതിൻ്റെ തൈകളാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ. കുറച്ച് തൈകളാണ് ഇതെല്ലാം. ജർജാണ് കേട്ടോ ഐഡി. പിന്നെ ബ്ലാക്ക് മറൂൻ്റെ ഒരു പ്ലാന്റ് ആണ് 350ൻ്റെ. പിന്നെ നമുക്ക് കുറച്ച് ബിഗോണിയ ഐറ്റംസ് വന്നിട്ടുണ്ട്. നല്ലൊരു റയർ വെറൈറ്റി ആയിട്ടുള്ള ബിഗോണിയ ആണ്. നല്ല ഭംഗിയാണ് കാണാൻ. അതുകൊണ്ട് ഞാൻ കുറച്ച് വെത്തിച്ചിട്ടുള്ളതാണ്. ഇതിന് കുറേ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യാം. ഇത് ഫുൾ പോട്ടാണ് കേട്ടോ. 2 ഷൂട്ട് ഉണ്ടാവും. കണ്ടില്ലേ, ഇതിൻ്റെ ഒരു സിംഗിൾ ഷൂട്ടിന് 150 ആണ് കേട്ടോ റേറ്റ്. നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. 2 ഷൂട്ട് ഉണ്ടാവും. കണ്ടില്ലേ, 2 വലിയ ഷൂട്ടുള്ള പ്ലാന്റ് ആണ്. 300 ആണ് കേട്ടോ. എല്ലാ സിംഗിൾ ഷൂട്ട് മതിയെങ്കിൽ 150 വരുന്നുള്ളൂ. ഇതൊക്കെ അതാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ഗ്രീൻ ലീഫിൽ ഇങ്ങനെ വന്നിട്ട് അതിൽ വൈറ്റ് കുത്തായിട്ടുള്ള ഡോട്ട് ആയിട്ടുള്ള ബിഗോണിയാണ്. നല്ല ബിഗോണിയാണ് ഇത്. മറ്റ് ബിഗോണിയെ പോലെ ഒന്നല്ല, വേഗം പിടിക്കും ചെയ്യും. കാരണം സ്റ്റെമ്മ് നല്ല കട്ടിയുള്ള സ്റ്റെമ്മാണ്. കണ്ടില്ലേ, നല്ല തണ്ട് നല്ല ഒരു ഇതാണ്. അപ്പോൾ അത്രയും വേഗം പിടിക്കുന്നൊരു ടൈപ്പാണ്. സാധാരണ സെൻസിറ്റീവ് ആയിരിക്കും ബിഗോണിയ ഇതിൻ്റെ തണ്ടുകൾ ഉണ്ടാവുക. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു വെറൈറ്റിയാണ്. നല്ല ഇപ്പോൾ പിടിക്കാത്തൊരു അവസരം ഉണ്ടാവില്ല. നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് കാണാനും. ഇത് നേരത്തെ കാണിച്ച പിങ്ക് എമറാൾഡിൻ്റെ പ്ലാന്റ് ആണ്. പിന്നെ ഉള്ളത് ഈ ഒരു വെറൈറ്റിയാണ്. ഇത് ചെറിയ സൈസാണ് കേട്ടോ, പക്ഷേ നല്ല ബുഷി പോട്ടാണ്. ഒരു ഞാരോ ലീഫ് വന്നിട്ടുള്ളതാണ്. ഇത് 2 പ്ലാന്റ് ആണെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇത് റൂബി ഗരുഡൻ്റെ ഒരു പ്ലാന്റ് ഇങ്ങനെയും, ഈ പിങ്ക് വാലന്റൈൻ കൂടിയതാണ് ഇത്. അങ്ങനെ ഒരു പ്ലാന്റ്. ബുഷി പോട്ട് ഇങ്ങനെ തന്നെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലാതെ നിങ്ങൾക്ക് ഈ മാത്രം പ്ലാന്റ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. പിന്നെ ഇതൊരു റയർ വെറൈറ്റിയാണ്. എനിക്ക് ഐഡി കറക്റ്റ് അറിയില്ല. അവർ പറയുന്ന ഐഡി വേറെ എന്തോ ആണ്. പിന്നെ 1500 ആണ് കേട്ടോ ഇനി റേറ്റ്. 2 ഷൂട്ടെല്ലാം ഉണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത്. ഈ ഒരു ലീഫ് ഈ ഒരു കളറിലേക്കാണ് കേട്ടോ എല്ലാം വരിക. ഈ ഗ്രീനെല്ലോ ഈ ഒരു ലെവലിലേക്ക് വരും. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഇത്. ഒരു പുതിയ റയർ വെറൈറ്റിയാണ്, അതുകൊണ്ട് തന്നെയാണ് ഇനി ഇത്രയും റേറ്റ്. പിന്നെ ഈ ഒരു വെറൈറ്റിൻ്റെ നമ്മളെ ഡാൽമേഷൻ, പിങ്ക് ഡാൽമേഷൻ്റെ തൈകളാണ് കേട്ടോ ഇത്. 150ൻ്റെ തൈയാണിത്. ഇത് 200ൻ്റെ അങ്ങനെ തൈകളുണ്ട്. അതുപോലെ ഗ്രീൻ ലെഗസീൻ്റെ 200ൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ ഉള്ളത് പിങ്ക് സ്പ്ലാഷിൻ്റെ വലിയൊരു പ്ലാന്റ് ഉണ്ട് കേട്ടോ, 300ൻ്റെ. അതിൻ്റെ ചെറുതും ഉണ്ട്, 250ൻ്റെതും ഉണ്ട്. പിന്നുള്ളത് നമ്മളെ സെക്സീലിയൻ്റെ പ്ലാന്റ് ആണ്. സെക്സീലിയ എല്ലാവർക്കും അറിയാം, നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് സെക്സീലിയ. സെക്സീലിയൻ്റെ വലിയ മദർ പ്ലാന്റ് ആണ് കേട്ടോ ഇത്, 350ൻ്റെ. അതിൻ്റെ താഴെയുള്ള ചെറിയ പ്ലാന്റ് ആണ് 250ൻ്റെ. പിന്നെ കുറച്ച് നമുക്ക് സീഡ്ലിങ്സ് വന്നിട്ടുണ്ട്. നല്ലൊരു റെഡ് വെറൈറ്റി ആണ് കേട്ടോ, 200 ആണ് ഇതിൻ്റെ റേറ്റ്. കണ്ടില്ലേ, ഈ ഒരു സൈസാണ് ഉണ്ടാവുക. നല്ല കളർഫുൾ ആയിട്ടുള്ള ലീഫാണ് കേട്ടോ ഉള്ളത്. ഇത് 180 ആണ്. ഇതെനിക്ക് ഐഡിയ അറിയില്ല. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് 180ൻ്റെ. ഇതൊക്കെ 200 ആണ്. ഈ ഒരു കളർ തന്നെയാണ് കേട്ടോ ഉണ്ടാവുക. നിങ്ങൾ ഈ കാണുന്ന കളർ തന്നെയാണ് ഉണ്ടാവുക. കണ്ടില്ലേ, നല്ലൊരു റെഡ് കളർ തന്നെയാണ് കേട്ടോ ഇത്. ഇതൊക്കെ അതിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ, 200ൻ്റെ പ്ലാന്റുകളാണ്.
അപ്പോൾ ഇങ്ങനത്തെ നെറ്റ് പോട്ട് ചെറിയ പ്ലാന്റുകൾ വാങ്ങുന്നവർ ഞാൻ എപ്പോഴും പറയലുണ്ട്, വലിയ പോട്ടിൽ പോട്ട് ചെയ്യരുത്. ഒരു 4 ഇഞ്ച് 5 ഇഞ്ച് പോട്ടിൽ മണലും സാഫും പിന്നെ എന്താ കുറച്ച് എന്തെങ്കിലും വളങ്ങളും ചേർത്തിട്ട് ചെയ്യുക. വളം ചേർക്കണമെന്നില്ല. പ്ലാന്റ് നല്ല ഹെൽത്തിയായി പുതിയ ലീഫൊക്കെ വന്നതിന് ശേഷം വളങ്ങൾ കൊടുത്താൽ മതി. കാരണം ആദ്യം നമ്മളെ അറ്റ്മോസ്ഫിയർ ആ പോട്ടി മിക്സൊക്കെ ആയിട്ട് പ്ലാന്റ് പിടിക്കണം. അതിനാണ് അങ്ങനെ ഒരു കെയറിങ് നടത്തുന്നത്. പിന്നുള്ളത് പിങ്ക് ലെഗസീൻ്റെ പ്ലാന്റുകളുണ്ട് കേട്ടോ. 250ൻ്റെ കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് പിങ്ക് ലെഗസി. അതുപോലെ റെഡ് സ്റ്റാർ ഡസ്റ്റിൻ്റെ ഒരു തൈ ഉണ്ട്, 200ൻ്റെ റെഡ് സ്റ്റാർ ഡസ്റ്റ് ആണിത്. അതുപോലെ ബ്ലാക്ക് ലെഗസീൻ്റെ വലിയ വലിയ പ്ലാന്റുകളാണ് കേട്ടോ. അത് നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് ബ്ലാക്ക് ലെഗസി. 200 ആണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത്. പിന്നെ ഇതൊരു ഫിലോഡൻഡ്രൻ വെറൈറ്റി ആണ്. ഐഡിയ എനിക്ക് കറക്റ്റ് അറിയില്ല, മുൻപ് ഓർമ്മ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ അത്. കണ്ടില്ലേ, 300 ആണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത്. നമുക്ക് വൈറ്റ് പോട്ടിലൊക്കെ ആക്കി സെറ്റ് ചെയ്ത് വെക്കാൻ നല്ല പ്ലാന്റാണിത്. ഇത് വലുതായിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ആണെങ്കിൽ ഒരു ലീഫ് ഇതിൻ്റെ ലവ് ചിഹ്നം പോലെ കണ്ടില്ലേ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക. ഈ ഒരു കളറുമാണ് ഉണ്ടാവുക, ഒരു ബ്ലാക്കും ഈ ഒരു പച്ച ഇങ്ങനത്തെ ഒരു കളറിലാണ് ഇത് ഉണ്ടാവുക. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് കേട്ടോ അത്. നിങ്ങൾക്ക് ഫിലോഡൻഡ്രൻ വെറൈറ്റീസ് അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണിത്. 300 ആണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത്. ഇതൊക്കെ അതിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ. പിന്നെ പോത്തോങ് ഉണ്ട് കേട്ടോ. പോത്തോങ്ങിൻ്റെ പ്ലാന്റാണിത്. ഇതിൻ്റെ വലിയ പ്ലാന്റും ഉണ്ട്. അപ്പോൾ ഇത്രയും വെറൈറ്റീസാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മറ്റ് പ്ലാന്റുകൾ, അതായത് ഫ്ലവറിങ് പ്ലാന്റ്സ്, കലാത്തിയ, എപ്പീഷ അങ്ങനെ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. കാരണം അത് ഞാൻ വീഡിയോയിൽ പൊതുവെ കാണിക്കാറില്ല, കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാകാറുള്ളൂ. അപ്പോൾ കലാത്തിയേൻ്റെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. അതിന് കലാത്തിയൊക്കെ കോംബോയും ഉണ്ട്. 14 വെറൈറ്റി കലാത്തി എടുത്താൽ 850 റുപ്പീസേ ഉള്ളൂ. ഒരു കലാത്തിക്ക് 60 റുപ്പീസൊക്കെ വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ വാട്സപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏതൊക്കെ പ്ലാന്റുകൾ വേണ്ടിയെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക, അല്ലെങ്കിൽ ID പറഞ്ഞാലും മതി. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.